കഴിവല്ല, ദൈവത്തിന്റെ കൃപയാലുള്ള കഴിവ്. Our God created the heavens and the earth. എന്റെ ദൈവമാണ് നമ്മുടെ ദൈവം സ്വർഗ്ഗവും ഭൂമിയും Our സൃഷ്ടിച്ചത്. God did all these things well. എല്ലാ കാര്യങ്ങളും നന്നായി കർത്താവ് ചെയ്തു. Actually, what we did was to destroy the works of God. ദൈവം ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ തകർക്കുക ചെയ്തു. But today I want to tell you, ഞാൻ പറയട്ടെ, God is doing a rebuilding in the lives of many of us today. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഒരു പുനഃപണി കർത്താവ് ഇത് ചെയ്യുകയാണ്. God is able. God is able. Tell your neighbor, God is able. അടുത്ത ആളോട് പറഞ്ഞേ, ദൈവത്തിന് പ്രാപ്തിയുണ്ട്, ദൈവത്തിന് കഴിയും. My God is able. God is able. My God is able. Hallelujah. God is able. എന്റെ ദൈവം വലിയവനാണ്. My God is able. എന്റെ ദൈവത്തിന് കഴിയും. You know, even people in the world, they believe in a God. ലോകത്തിലുള്ളവർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. But we believe in a God who is our Father, who is able. ഹല്ലേലൂയ. ശക്തനായ നമ്മുടെ പിതാവായ ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. Number 1, 2, God is able to do something towards us. രണ്ടാമത് നമ്മളിലേക്ക് ചില ചെയ്യുവാൻ ദൈവത്തിന് പ്രാപ്തിയുണ്ട്. What is that good thing? എന്താണ് നല്ല He കാര്യം? is able to abound towards you. നമ്മളിലേക്ക് ചില കാര്യങ്ങളെ പെരുക്കുവാൻ ദൈവത്തിന് കഴിയും. Church, what's the meaning of the word abundance? അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? What is the meaning of the word abundance? അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ I have half a boat of fish. എനിക്ക് അര ബോട്ട് മീനുണ്ട്. Hallelujah. Is that abundance? അത് സമൃദ്ധിയാണോ? That's not abundance. സമൃദ്ധിയല്ല, That is just sustenance. അത് നിലനിൽപ്പാ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. ആമേൻ. പൊത്തുവരുത്തി കഴിയുന്നു. Many people are like that. അങ്ങനെയാണ് പലരും. How are you, brother? എങ്ങനെയാണ് സഹോദരാ? ഓ, നടക്കുന്നു. That is not enough. അത്രയും പോരാ. How are things with you? നിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? തട്ടിയും മുട്ടിയും പോകുന്നു. ഓ, somehow that's not what God wants you to go. അതല്ല ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. How are you, brother? ഹല്ലേലൂയ, സ്തോത്രം. I am on fire for Jesus. ആമേൻ. ഞാൻ യേശുവിന് വേണ്ടി കത്തുകയാണ്. Every minute I am on fire ഓരോ for Jesus. നിമിഷവും ഞാൻ തീയായിട്ട് God കത്തുകയാണ്. is able to make that abundance in your life. ഹല്ലേലൂയ. ഈ ശക്തി നിങ്ങളുടെ മേൽ പെരുക്കുവാൻ ദൈവത്തിന് കഴിയും. I have a question. ഞാൻ ചോദിക്കട്ടെ. If you have a choice between Pastor Paul അപ്പോൾ പോസ്റ്റർ പോളും മറ്റൊരു വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു and സ്വാതന്ത്ര്യം. Judas, ഹല്ലേലൂയ. യൂദായും പോലും തമ്മിൽ നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുക്കാൻ who സ്വാതന്ത്ര്യം. will you choose? നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? Paul. Paul. If you have a choice between Paul and Peter, who will you choose? പൗലോസും പത്രോസും തമ്മിൽ ഒരു സ്വാതന്ത്ര്യം വേണ്ടി ആരെ തിരഞ്ഞെടുക്കും? Somebody said Paulter. There is no name like Paulter. പോൾട്ടർ എന്നൊരു പേരില്ല, ദയവായി. Somebody said Peter. ആരോ പീറ്റർ എന്നും പറഞ്ഞു. Somebody said Paul. How many people say Paul? എത്ര പേര് പൗലോസിന്റെ പേര് പറഞ്ഞു? He said Paul. Why did you say Paul? ആമേൻ. There is something about the dynamics of this man which keeps you on him in the name of Jesus. ആമേൻ, ആമേൻ. ഈ പൗലോസിന്റെ ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആ വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്തു. He was a man always on fire for God. എപ്പോഴും കർത്താവിന് വേണ്ടി കത്തിയവനാ. Of course, he started in the wrong foot. ആദ്യമേ തെറ്റായിട്ടാ തുടങ്ങിയത്. He fought with everybody. എല്ലാവരോടും He വഴക്കുണ്ടാക്കി. fought with everybody. Excuse me. എല്ലാവരോടും വഴക്കുണ്ടാക്കി. And he was thrown out of the church. സഭയിൽ നിന്ന് പുറത്താക്കുകയും And ചെയ്തു. the Bible says there was peace in the church after he left. അദ്ദേഹം പോയി കഴിഞ്ഞ് സ്വസ്ഥതയുണ്ടായെന്ന് വായിക്കുന്നു. Really, it's written there. ശരിയാണ്, But സത്യമാണ്. when you think of Paul, who is he today? എന്നാൽ പൗലോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് ആരാ? The Bible says in 1 Corinthians 15:10, Paul says, I worked more than all the other apostles. ഓ, ഞാൻ എല്ലാ അപ്പോസ്തലന്മാരെക്കാളും അധികം അധ്വാനിച്ചെന്ന് അദ്ദേഹം പറയുന്നു. God used this man to write about how many books in the New Testament? 13 or 14 books in the New Testament is written not by Peter but by Paul. 13-14 എപ്പസ്തലുകൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ച ഈ പൗലോസിനെയാ. And it is this man who is writing this. അദ്ദേഹമാണ് ഇത് എഴുതുന്നത്. This is his testimony. ഇത് അദ്ദേഹത്തിന്റെ God is സാക്ഷ്യമാണ്. telling Corinthian church, I have been with you for so many years. I know the grace. I asked God to raise you up. ഓ, കൊരിന്ത്യൻ സഭയെ നിങ്ങളെ ഉയർത്തുവാൻ ഞാൻ ദൈവത്തോട് ചോദിച്ച കൃപയെ പറ്റി എനിക്കറിയാം. I tell you something. ഞാൻ പറയട്ടെ, If you are in the brink of failure, don't stop there. Move on. നിങ്ങൾ പരാജയത്തിന്റെ ഒരു ചുവടിലാണെങ്കിൽ അവിടെ നിൽക്കല്ല, മുന്നോട്ട് പോകണം. Do not give up. നിങ്ങൾ If വിട്ടുകൊടുക്കരുത്. you think you need more grace, ask God for more grace. അധികം കൃപ ആവശ്യം തോന്നിയാൽ അധികം കൃപ ചോദിക്കണം. Many people run away when they fail. അനേകരെ പരാജയപ്പെടുമ്പോൾ ഓടി ഒളിക്കും. They will find some excuse to run away. അവരെന്തേലും കാരണം കണ്ടുപിടിച്ചോടും. Yes, they know they have failed. അവർ പരാജയപ്പെടുന്ന അറിയാം. Peter was like that. അങ്ങനെയായിരുന്നു പത്രോസ്. When he failed, what did he do? അദ്ദേഹം പരാജയപ്പെട്ട് എന്ത് ചെയ്തു? He kept quiet. മിണ്ടാതിരുന്നു. But not Paul. പൗലോസ് അങ്ങനെയല്ലായിരുന്നു. Look, when Paul was sent away, ഹല്ലേലൂയ, പൗലോസ് പുറത്തു പോയപ്പോൾ God sent somebody to pick him up again. ഹല്ലേലൂയ, തന്നെ കൊണ്ടുവരുവാൻ ചിലരെ കർത്താവ് അയച്ചു. Did you see that? Do you know that? നിങ്ങൾക്ക് അറിയാമല്ലോ. Because Paul was praying. കാരണം പൗലോസ് പ്രാർത്ഥിച്ചു. Lord, you call me into the ministry. കർത്താവേ, അങ്ങാണ് എന്നെ ശുശ്രൂഷയ്ക്ക് You വിളിച്ചത്. call me into this nation. അങ്ങാണ് എന്നെ ഈ ദേശത്ത് You കൊണ്ടുവന്നത്. call me into the church. അങ്ങാണ് എന്നെ സഭയെ കൊണ്ടുവന്നത്. Everybody is against me. എല്ലാവരും എനിക്കെതിരായി. But you are for me. എന്നാൽ നീ എനിക്ക് If സഹായിക്കണം. God is for you, who can be against you? Was also written by Paul. ആമേൻ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ആർ നിനക്ക് പ്രതികൂലമാകുമെന്ന് എഴുതിയത് ഈ അപ്പോസ്തലനായ പൗലോസാ. This is coming to somebody today. ഇന്ന് ചിലരോട് കർത്താവ് പറയുക, If you are living in failure, remember God is able to abound all grace to you.
ആമേൻ. നിങ്ങൾ പരാജയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മേൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം മതിയായവനാ. And now listen to me. ശ്രദ്ധിക്കുക. In exactly the area you failed, in exactly that area God will lift you up. നിങ്ങൾ എവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തും. If you fail in America, don't run to Pakistan. അമേരിക്കയിൽ പരാജയപ്പെട്ട പാകിസ്ഥാനിലേക്ക് If ഓടിപ്പോകരുത്. you fail in Pakistan, don't go to Burma. പാകിസ്ഥാനിൽ പരാജയപ്പെട്ട ബർമയിലേക്ക് If you ഓടിപ്പോകരുത്. fail in the US, God will lift you up right there in the United States. അമേരിക്കയിലാണ് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചെങ്കിൽ ദൈവം അമേരിക്കയിൽ തന്നെ നിങ്ങളെ ഉയർത്തും. Hallelujah. Amen. Praise the Lord. Praise the If you Lord. have failed somewhere, stay. God will lift you up. ആമേൻ. നിങ്ങൾ എവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ നിൽക്കുക. If you have failed in the marriage, stay. God will flourish your marriage. വിവാഹ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. അത് ദൈവം പഠിച്ചു തരും. If you have failed in building up godly children, stay. God will lift you up. ദൈവപരിജ്ഞാനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നെങ്കിൽ പരാജയപ്പെട്ടെങ്കിൽ അവിടെ നിൽക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. If you have failed in your ministry, stay. God will lift you up. ആമേൻ. ശുശ്രൂഷയിൽ പരാജയപ്പെട്ടെങ്കിൽ അവിടെ നിൽക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും. Paul knew it. പൗലോസിന് അത് അറിയാം. Oh, Paul knew it very well. That is why he said, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. God is able to make all grace abound towards you. സകല കൃപയും ദൈവം നിങ്ങളുടെ മേൽ പെരുക്കുമെന്ന് പറഞ്ഞു. Hallelujah. What is that abundance? എന്താണ് ആ പെരുക്കുക? It is not only having a full boat. ഹല്ലേലൂയ. അത് നിറഞ്ഞ പടക് Listen മാത്രമല്ല. to me carefully. ശ്രദ്ധിക്കുക. Before you failed, അല്ലേ, പരാജയപ്പെടുന്നതിന് മുമ്പ് you had something with you. നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. But that baggage was not enough to make you win. എന്നാൽ ആ ഒരു ചുമട് നിങ്ങളെ ജയിപ്പിക്കുന്നതല്ലായിരുന്നു. After you failed, പരാജയപ്പെട്ടു. God took away that baggage from you. നിന്റെ ആ പാണ്ഡച്ചുമട് കർത്താവ് എടുത്തു. He gave you some baggage from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് വേറൊരു പാണ്ഡം കർത്താവ് തന്നു. And he made you to win. ഹല്ലേലൂയ. നിന്നെ ദൈവം ജയിപ്പിച്ചു. The story doesn't end there. അവിടെ കഥ തീരുന്നില്ല. Now God sends people to you so they may receive something of God from them. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് കൂടാതെ ദൈവം ചിലർ നിങ്ങളുടെ അടുക്കൽ അയച്ച് അവരിൽ കൂടി സ്വർഗ്ഗം നിങ്ങൾക്ക് ചിലത് തരിക. Before you failed, പരാജയപ്പെടുന്നതിന് you മുമ്പ് were living for yourself. നമ്മൾ സ്വയത്തിന് വേണ്ടി ജീവിച്ചേ. After God restored you, എന്നാൽ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയ ശേഷം you have something of God to give to other people. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായിട്ടുള്ള ചിലത് നിങ്ങളെ നിക്ഷേപിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ സമ്പന്നരാക്കാൻ. Those who agree say an amen. അതിനോട് യോജിക്കുന്നവർ ആമേൻ പറഞ്ഞേ. Thank God for all the failures of your life. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരാജയത്തിനായിട്ട് സ്തോത്രം. When I'm going to say നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പരാജയത്തിനെയും കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. Thank God for every failure of my life. എല്ലാ പരാജയത്തിനായിട്ട് സ്തോത്രം കർത്താവേ. Hand it over to Almighty God. കർത്താവിന് അത് കൊടുക്ക്. ഹല്ലേലൂയ. Let it be anything. എന്തുമാകട്ടെ Hand it over to God. കർത്താവിന് കൊടുക്ക്. Now you watch. ഇനി ശ്രദ്ധിച്ചു. Where you failed yourself. നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത്. Where you defeated yourself. നിങ്ങളെ തന്നെ തോൽപ്പിച്ചെടുത്ത്. In exactly the same place. അതേ സ്ഥലത്ത് God will lift you up. ദൈവം നിങ്ങളെ ഉയർത്തും. That is God's plan for you. അതാണ് ദൈവത്തിന്റെ പദ്ധതി. That is the meaning of one of the meanings of this word. ഈ വാക്കിന്റെ ഒരർത്ഥം അതാണ്. Abundance. ഓ സമൃദ്ധി. Look in the life of David. ദാവീദിന്റെ ജീവിതം നോക്ക്. Always love David. I don't know why. ഹല്ലേലൂയ. Keep coming about ദാവീദിന്റെ David. സ്നേഹമാണ്. David did such a dirty thing. അത്ര വൃത്തികെട്ട കാര്യത്തെ And he ചെയ്തു. did not run away to the Philistines, did he? അദ്ദേഹം ഈ വൃത്തികെട്ട കാര്യം ചെയ്തിട്ട് ഫെലിസ്തീനിലേക്ക് ഓടിപ്പോയില്ല. No, he went to God. ദൈവത്തിന്റെ അടുക്കൽ പോയി. He asked God forgiveness. ദൈവത്തോട് ക്ഷമ ചോദിച്ചു. That child died. കുഞ്ഞു മരിച്ചു. He married Bathsheba. ബത്ശേബയെ വിവാഹം കഴിച്ചു. He had a son. തനിക്കൊരു മകനുണ്ടായി. The name of that son was Jedidiah. ആ മകന്റെ പേര് ജദീദിയാവെന്നായിരുന്നു. And God looked at him and God was pleased with him. ഹല്ലേലൂയ. With the son. ദൈവം ആ മകനോട് കൂടെ ദാവീദിൽ ഹല്ലേലൂയ ദൈവത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ദാവീദിൽ പ്രസാദിച്ചു. ആമേൻ. ആ പുത്രനിൽ ദൈവം പ്രസാദിച്ചു. ആ പുത്രനിൽ ദൈവം പ്രസാദിച്ചു. What is the meaning of that? എന്താണ് അതിന്റെ അർത്ഥം? You failed. David failed. ദാവീദ് പരാജയപ്പെട്ടു. But he went to the presence of God. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ഓടി And വന്നു. he said, I have sinned against you. അല്ലേ കർത്താവേ ഞാൻ നിനക്കെതിരായി പാപം Only ചെയ്തു. one request he had. ഒരു അപേക്ഷയെ അദ്ദേഹത്തിനുള്ളൂ. Don't take my anointing away from me. എന്റെ അഭിഷേകം ഇന്ന് എടുക്കരുതേ. Because David knew if the anointing is finished, everything is finished. അദ്ദേഹത്തിന് അറിയാം അഭിഷേകം പോയി എല്ലാം തീർന്നു. Philadelphia Revival Church, in the name of Jesus, I'm asking you, come back to your Maker, come back to your Savior. ഓ ഫിലഡൽഫിയ റിവൈവൽ ചർച്ച് നിന്റെ രക്ഷിതാവിന്റെ അടുക്കേക്ക് നിന്റെ സൃഷ്ടാവിന്റെ അടുക്കേക്ക് മടങ്ങി പോ. Hallelujah. Hallelujah. David did that. ദാവീദ് അത് ചെയ്തു. David was restored. ദാവീദിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. The first thing he did. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം. What is the first thing he did? ആദ്യം ചെയ്ത കാര്യം എന്താ? Married Bathsheba. ബത്ശേബയെ വിവാഹം കഴിച്ചു. What a noble thing to do. എത്ര ശ്രേഷ്ഠമായ കാര്യം. In those days, kings could do it. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ അങ്ങനെ ചെയ്യാമായിരുന്നു. And he had a child with Bathsheba. ബത്ശേബയുടെ കുഞ്ഞുണ്ടായിരുന്നു. God was happy with that act. ആ കാര്യത്തിൽ ദൈവത്തിന് പ്രസാദമായി. Here was a woman whose life David had destroyed. ദാവീദ് ജീവിതം നശിപ്പിച്ച ഒരു സ്ത്രീ. The first thing David did when he got life, the first thing David was to give a life to that woman. തന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം താൻ നശിപ്പിച്ച വ്യക്തിയെ രക്ഷിച്ചു. Even when David approached her with lust,
He could have just, throw her away. He didn't do that. ഹല്ലേലൂയ. He received her as his own wife, as a queen. ആമേൻ. ജഡമോഹത്താലാണ് ദാവീദ് അവരെ ആദ്യം അടുത്ത് ചെന്നതെങ്കിൽ പോലും പിന്നീട് ദൈവം തന്നെ യഥാസ്ഥാനത്താക്കിയപ്പോൾ തന്റെ രാജ്ഞിയായി ദാവീദ് അവരെ When സ്വീകരിച്ചു. David sinned, ദാവീദ് പാപം ചെയ്തപ്പോൾ he felt like an outcast. താൻ തന്നെ ഒരു പുറജാതിയായി അദ്ദേഹത്തിന് തോന്നി. He was rejected in the presence of God. ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടവനായി തോന്നി. But David was smart. എന്നാൽ ദാവീദ് മിടുക്കനായിരുന്നു. He went to God. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി. He cried out to God. ദൈവത്തോട് കരഞ്ഞു. And God accepted him. ദൈവം അവനെ സ്വീകരിച്ചു. God forgave him. ദൈവം ക്ഷമിച്ചു. When God forgave him, ദൈവം ക്ഷമിച്ചപ്പോൾ he was able to forgive other people also. മറ്റുള്ളവരെ ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. A secret, I'll tell you today. ഞാൻ പറയട്ടെ രഹസ്യം. If you are able to let God forgive you, and if you are able to forgive other people from your heart, it will be very easy for you to live a forgiving life all the days of your life. ആമേൻ ആമേൻ. ദൈവത്തിന്റെ ക്ഷമ നമ്മൾ സ്വീകരിച്ചവരാണെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ച് എന്ന് ക്ഷമിക്കുന്ന ഒരു ജീവൻ നയിക്കുവാൻ നമുക്ക് Our കഴിയും. revival church needs this grace abundantly. നമ്മുടെ ഈ റിവൈവൽ സഭയ്ക്ക് ഈ കൃപ അധികമായിട്ട് To ആവശ്യമാണ്. forgive people unconditionally. വ്യവസ്ഥ കൂടാതെ എല്ലാവരോടും പൊറുക്കുവാൻ ക്ഷമിക്കുവാനുള്ള കൃപ. Church, I humbly am asking you. ഞാൻ നിങ്ങളുടെ താഴ്മയായിട്ട് ചോദിക്കുക, From today, can we forgive people? ഇന്നു മുതൽ നമുക്ക് ആളുകളോട് ക്ഷമിക്കാൻ പറ്റുമോ? Can you get into a commitment with God? ദൈവമായിട്ടൊരു സമർപ്പണത്തിലേക്ക് പോകാൻ പറ്റുമോ? Who can do that? ആർക്കാ ചെയ്യാൻ പറ്റും? Let's say, നമുക്ക് ഇങ്ങനെ പറയാം, Pastor George hurt me a lot. പാസ്റ്റർ ജോർജ് എന്നെ ഒത്തിരി മുറിപ്പെടുത്തി. He went and spoke a lot of bad things about me. എന്നെ പറ്റി ഒരുപാട് മോശമായ കാര്യങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. One day he stopped me when I was driving. He stopped me in the car, pulled me out by the collar and hit me. ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടിയിൽ പുറത്തെടുത്തി കോളറെ പിടിച്ചിറക്കി എന്നെ അടിച്ചു. Okay? And then he told his 2 sons to bully me whenever possible. തന്റെ മക്കളെ കഴിവിട്ട് സാഹചര്യം കിട്ടുമ്പോഴേ അദ്ദേഹത്തെ അപമാനിക്കണമെന്ന് പറഞ്ഞു. And then he told his wife, whenever you see him, look at him like this. ഭാര്യയോട് പറഞ്ഞു, കാണുമ്പോഴൊക്കെ വല്ലാത്ത നോട്ടം നോക്കണം. What should be my attitude? അപ്പൊ ഞാൻ എന്തായിരിക്കും എന്റെ മനോഭാവം? What should be my attitude? എന്റെ മനോഭാവം എന്തായിരിക്കണം? പരിശുദ്ധാത്മാവേ സ്തോത്രം. I will do the same thing to you. ഞാൻ അതുപോലെ നിന്നോട് ചെയ്യും. The Bible says, വചനം പറയുന്നു, if you pay back what people has done to you, what is the difference between you and the publicans? ആമേൻ ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവരോട് നിങ്ങൾ നന്മ ചെയ്താൽ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ലോകക്കാരാണ്. എന്നാൽ നിങ്ങൾക്ക് നന്മ ചെയ്യാത്തവരോട് നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾ ആരാ? You are the children of the Most High God. നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാ. Hallelujah. Here is a testimony I want to tell you. ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ. I have pastors agreeing with me. പാസ്റ്റർമാരോട് യോജിക്കുമെന്ന് എനിക്കറിയാം. I know I have also preached many times. Many people have heard us, but we pray and we pray and we pray. Lord, restore them and let them not be ashamed on that day. ഹല്ലേലൂയ. നമ്മുടെ ഒരേ ഒരു പ്രാർത്ഥന, കർത്താവേ അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ. കർത്താവിന്റെ നാളിൽ അവർ രക്ഷിക്കുവാൻ അനുവദിക്കരുതേ. If you forgiveness doesn't mean somebody has to come and ask you forgiveness. ആരെങ്കിലും നമ്മളോട് വന്ന് ക്ഷമ ചോദിക്കണമെന്നല്ല അതിനർത്ഥം. Many people think like that. അനേകർ അങ്ങനെ ചോദിക്കുന്നു. First, let Pastor George come and ask forgiveness. ആദ്യം പാസ്റ്റർ ജോർജ് വന്ന് ക്ഷമ ചോദിക്കട്ടെ, Then I will forgive him. എന്നിട്ട് ഞാൻ ക്ഷമിക്കും. That's not the way it is. അങ്ങനെയല്ല അത്. Even before people come and ask you forgiveness. ആളുകൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ്, And even if they don't ask you forgiveness, അവർ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ പോലും we forgive. നിങ്ങൾ ക്ഷമിക്കുക. Yes? സ്തോത്രം. That's a grace. We can talk more about this subject, but we have to stop now. Because the need is so. Let me tell you one thing, church, before I go to minister. We started preaching this word, but the need of the hearts of the people is so much that the Holy Spirit takes us through all these areas, because we are coming here not to listen to some message, but for people to be receiving a healing in their heart. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഈ വചനം പല രീതികളിൽ കൂടി കടന്നുപോയത് ഓരോ മനുഷ്യരുടെ, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ അറിയാവുന്ന ദൈവം, അതുകൊണ്ട് പല രീതികളിൽ കൂടി നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് ശുശ്രൂഷ കടന്നുപോയത്. കാരണം വചനം ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ ആവശ്യം അനുസരിച്ച് പരിശുദ്ധമായി ശുശ്രൂഷിക്കും. There is a grace we all require to forgive unconditionally. വ്യവസ്ഥ കൂടാതെ എല്ലാവരും ക്ഷമിക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. Are you ready? നിങ്ങൾ ഒരുക്കമാണോ? Yes Lord. Don't have anything to do with people now. ആളുകളുമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. Enter into a covenant with God. ദൈവമായ ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുക. Say, Lord, കർത്താവേ, I forgive. ഞാൻ ക്ഷമിക്കുന്നു. Totally. പൂർണ്ണമായി ക്ഷമിക്കുന്നു. Whoever it is. ആരും ആയിക്കോട്ടെ. They have hurt me, they have offended me, but forgive. എനിക്ക് ഇടർച്ച വരുത്തിയോട് എനിക്ക് മുറിവുണ്ടാക്കിയവരോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. And Lord, you also. കർത്താവേ നീയും. കർത്താവേ അങ്ങും. You also forgive them. കർത്താവേ അങ്ങും അവരോട് ദയവായി ക്ഷമിക്കണമേ. Don't hold anything against that brother on my sake. കർത്താവേ എന്നെ പ്രതി ആ സഹോദരനോടോ സഹോദരിയോടോ ഒരു ശിക്ഷയും അനുവദിക്കരുത്. Church, shall I tell you something serious? ഞാൻ പറയട്ടെ. If God does not forgive your opponent, ദൈവം നിന്റെ ശത്രുവിനോട് ക്ഷമിച്ചില്ലെങ്കിൽ his life is in trouble. നോക്കണം, ആ വ്യക്തിയുടെ ജീവിതം പ്രയാസത്തിലാണ്. മനസ്സിലായോ? Do you understand? Come here. Please look at it for a minute.
ഹല്ലേലൂയ കർത്താവേ. Let's say somebody hurt my child. ചിന്തിക്കുക, എൻ്റെ മകളെ ആരോടും മുറിപ്പെടുത്തി, She forgave immediately. അവൾ ക്ഷമിച്ചു. What is the guarantee that I will forgive? എന്നാൽ ഞാൻ ക്ഷമിക്കുന്ന എന്താണ് ഉറപ്പ്? Did you understand this? ഞാൻ പറഞ്ഞു മനസ്സിലായോ? I will say, okay, you're a good girl, now you move. ഞാൻ പറഞ്ഞു, നീ നല്ല കുഞ്ഞാ, നീ മാറിക്കോ. This is my battle. ഇത് എൻ്റെ യുദ്ധമാണ്. ആരാണ് എൻ്റെ കൊച്ചിനെ തൊട്ട്? Who touched my child? I can ask. എനിക്ക് I have the right to do that. Do you understand എനിക്ക് this? അവകാശമുണ്ട്. That is why then my child will say, അപ്പോൾ എൻ്റെ കുഞ്ഞിനോട് പറയും, Papa, it's okay. അല്ലേ, ഡാഡി ലീവ് ഇറ്റ്. Papa, it's all right. കുഴപ്പമില്ല, Papa, it's okay, forgive. ക്ഷമിച്ചേര്. This is what Jesus did on the cross. ആമേൻ. ഇതാ യേശു നമുക്കായി ചെയ്ത്. God had every right to be angry with us. നമ്മളോട് കോപിക്കാൻ എല്ലാ കാരണവും ദൈവത്തിനുണ്ട്. Finally, God sent His own Son into the world. അവസാനം തന്റെ പുത്രനെ ലോകത്തിൽ ദൈവം They അയച്ചു. killed Him also. ഹല്ലേലൂയ. They killed Him also. ആ പുത്രനെ അവർ കൊന്നു. God had every right to be angry. ദൈവത്തിന് കോപിക്കാൻ ന്യായമുണ്ട്. Jesus said, Father, no. ഹല്ലേലൂയ. യേശു പറഞ്ഞു, പിതാവേ, Forgive them, for they do not know what they do. അവർക്ക് അറിയാൻ വയ്യാ ചെയ്തതായതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. Church, can you forgive your brothers and sisters on one condition? ഒരു വ്യവസ്ഥയിൽ നിങ്ങളുടെ സഹോദരി സഹോദരന്മാരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? Let me tell you, Lord, it's okay. കർത്താവേ, കുഴപ്പമില്ല, You forgave me. അവിടുന്ന് എന്നോട് ക്ഷമിച്ചു, I am ready to forgive. ഞാനും ക്ഷമിക്കാൻ And I ഒരുക്കമാണ്. want you to forgive also. അവിടുന്ന് അവരോട് ദയവായി ക്ഷമിക്കണമേ. Whoever has hurt you, ആരാണ് നമ്മളെ മുറിപ്പെടുത്തിയെങ്കിലും God can destroy them in a minute. ഒരു നിമിഷം കൊണ്ട് അവരെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. Hello? യേശുവേ, Yes, it is possible. സാധ്യമാണ് ദൈവത്തിന്. But don't pray for that. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത്. Forgive. നമുക്ക് ക്ഷമിക്കാം. Tell God to forgive. കർത്താവേ, ക്ഷമിക്കണേ. Supposing God punishes your enemy, what will you get out of it? നമ്മുടെ ശത്രുവിനെ ദൈവം ശിക്ഷിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? What will you get? നമുക്ക് എന്താ അതിൽ നിന്ന് കിട്ടുന്നത്? You'll be happy for 2 days. 2 ദിവസം സന്തോഷം കാണും. God is with me. Let them also see that God is with me. ഓ, ദൈവം എന്റെ പക്ഷത്താ, അവരും ഒന്ന് അറിയട്ടെ എന്റെ ദൈവം കൂടെ ദൈവം. But let me tell you one thing. ഞാൻ പറയട്ടെ, With the same judgment that you have judged, God is also capable of judging your generations. നമ്മൾ ഏത് എങ്ങനെ നമ്മൾ വിധിച്ചു അതുപോലെ നമ്മളും വിധിക്കപ്പെടും. Church, സ്തോത്രം. it's good that we didn't do the Lord's table, brother. You understand now? Hallelujah. See how the word is coming. ആമേൻ, ആമേൻ. There's a lot of unforgiveness in the camp. ഹല്ലേലൂയ. ഈ കൂടാരത്തിനുള്ളിൽ ഹല്ലേലൂയ ക്ഷമയില്ലാത്ത അവസ്ഥകളുണ്ട്. Hallelujah. Are we going to release you right now in the name of ഹല്ലേലൂയ. Jesus? കർത്താവ് യേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാം. Come on, pray to the Lord like this. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. Lord, I forgive. കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു. You also forgive. അങ്ങ് ദയവായി ക്ഷമിക്കണം. And you bless them. അങ്ങ് അവരെ അനുഗ്രഹിക്കണം. The Bible says, ദൈവവചനം പറയുന്നു, bless those who curse you. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. Then you will become the children of Almighty God. അപ്പോൾ നിങ്ങൾ അത്യുന്നതനായ പിതാവിന്റെ മക്കളാകും. Come on, church, bless. ഓ, ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിക്കുക. When you do that, you will be blessed. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കും. Whoever has hurt you, come on, forgive them. Tell God the Father to forgive and bless them. ആരാണ് നിങ്ങളെ മുറിവേൽപ്പിച്ചതെങ്കിൽ അവരോട് ക്ഷമിക്കുക. സ്വർഗ്ഗത്തിലെ പിതാവേ, അവരെ ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. And then you pray one more thing. ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കുക. Lord, കർത്താവേ, open a door ഒരു വഴി എനിക്കായി that I തുറക്കണേ. can now have a better relationship with my brother or sister. എന്റെ സഹോദരി സഹോദരനുമായി അതിശ്രേഷ്ഠമായ ഒരു ബന്ധത്തിനായി ഒരു വഴി തുറന്നു തരണമേ. Don't do things in fast. ഹല്ലേലൂയ. സ്തോത്രം. ഇളക്കപ്പെരുപ്പത്തിൽ നമ്മൾ ഓടിച്ചേണ്ട. Just pray. പ്രാർത്ഥിച്ചാൽ മതി. Bring the matter to God. ഓ, ഹല്ലേലൂയ. വിഷയം കർത്താവിന്റെ സന്നിധി കൊണ്ടുവന്നാൽ മതി. Lord, restore my soul. എന്റെ പ്രാണനെ യഥാസ്ഥാനപ്പെടുത്തണേ. Church, I know this is speaking to many of you. നിങ്ങളിൽ പലരോട് ഈ വചനം സംസാരിക്കുക. That is why the Holy Spirit takes the word all these ways. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ കടന്നു പോയത്. Hallelujah. I'm going to sing an old covenant song, പഴയ നിയമത്തിലെ ഒരു പാട്ട് ഞാൻ പാടാം. but I want you to close your eyes right now. നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ അടയ്ക്കണം. This is not the right doctrine, but we're going to sing this. ആമേൻ. ശരിയായുള്ള ഉപദേശം അല്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. Create in me a clean heart, O God, and deliver a right spirit within me. Create in me a clean heart, O God, and deliver a right spirit within me. Cast me, Lord, away from thy presence, O Lord. Take not thy Holy Spirit from me. Restore unto me. Can we stand up in the presence of God? The joy of thy salvation, and renew a right spirit within me. സൃഷ്ടിക്കെന്നിൽ വിശുദ്ധിയുള്ളതാം നല്ലുള്ളം നേരാത്മാവും
സൃഷ്ടിക്കെന്നിൽ വിശുദ്ധിയുള്ളതാ നല്ലുള്ളം നേരാത്മാവും തള്ളിടല്ലേ നിൻ സന്നിധിയിൽ നിന്നും എടുക്കരുതേ അഭിഷേകം നിന്റെ രക്ഷയിൻ സന്തോഷം നീ തരണമേ നല്ലുള്ളം നേരാത്മാവും. That song was sung by David in the Old Covenant. പഴയ നിയമത്തിൽ ദാവീദ് പാടിയ പാട്ടാണിത്. In the New Covenant, he has forgiven our sins and he shall remember them no more. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചു, ഇനിയും അതിനെ കർത്താവ് ഒരിക്കലും ഓർക്കുകയില്ല. Let the Holy Spirit begin to flow through you again. വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കൂടി ഒഴുകട്ടെ. Some of you are like sheep that got into thickets, thorny bushes. ഹല്ലേലൂയ. മുൾപടർപ്പിൽ കുടുങ്ങി കിടക്കുന്ന ആടുകളെ പോലെയാണ് ചിലർ. But God is going to, right now I pray God will bring you back. ദൈവം നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം. So that you may run after the master. യജമാനന്റെ പിന്നാലെ ഓടുവാൻ നിങ്ങളെ സഹായിക്കും. This is my imagination. I see a lot of little lamb jumping out and dancing and all that. ആമേൻ ആമേൻ. അനേക കുഞ്ഞാടുകളെ തുള്ളിച്ചാടുന്നത് ഞാൻ കാണുന്നു. That's a word, തുള്ളിച്ചാടുന്നു. I see that. Hallelujah. Praise the Lord. I see that. Praise the Lord. Jesus. Praise the Lord. Hallelujah. Come on church. Are you ready? Thank you Lord. Hallelujah. There are thorns. ആ മുള്ളുകൾ Thorns. You can't move. ആ മുള്ള് നിങ്ങളെ കുടുക്കിയിട്ടേക്കുക. If you move forward, something is hurting you. മുന്നോട്ട് പോയാൽ ആ മുള്ള് നിങ്ങളെ കുത്തുക. But you are going to be released from that right now. കർത്താവ് ഇപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് സ്വതന്ത്രരാക്കും. Anybody here like that? Quietly lift your hands. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരം ഉയർത്തുക. Let me see those hands. ആ കരം ഞാൻ ഒന്ന് കാണട്ടെ. You have thorns. Yes, I know that. നിങ്ങളെ മുള്ള് കുത്തുകയാ. Thank you for your honesty. Hallelujah. Thank you Jesus. You are his sheep. നിങ്ങൾ കർത്താവിന്റെ ആടാണ് നിങ്ങൾ. And you are in his flock. നിങ്ങൾ അവന്റെ ആട്ടിൻ കൂട്ടത്തിലുള്ളതാ. And God is going to send that healing to you now. നിങ്ങളിലേക്ക് ആ സൗഖ്യം കർത്താവ് ഇപ്പോൾ അയക്കും. Say like this. ഇങ്ങനെ പറയുക. My precious Father. എൻ്റെ സ്വർഗ്ഗീയ പിതാവേ. In Jesus name. യേശുവിൻ നാമത്തിൽ I forgive. ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. Please forgive that person who hurt me. എന്നെ മുറിപ്പെടുത്തിയ വ്യക്തിയോട് ക്ഷമിക്കണമേ. Bless that person. ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. Yes, for your sake. അങ്ങയുടെ നാമ നിമിത്തം Restore my relationship. എൻ്റെ സ്നേഹബന്ധത്തെ യഥാസ്ഥാനപ്പെടുത്തണമേ. Help me also to see my drawbacks. എൻ്റെ കുറവുകൾ കാണുവാൻ എന്നെ സഹായിക്കണമേ. Lord, I live as though I don't have any drawback. കർത്താവേ, എനിക്ക് കുറവില്ലാത്തതുപോലെ ഞാൻ ജീവിക്കുന്നത്. And it's a good thing. അത് നല്ല കാര്യമാണ്. But I also need to know. എന്നാൽ ഞാൻ ഇതും അറിയണം. Is there something wrong on my part? എൻ്റെ ഭാഗത്തും കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. Cleanse me accordingly. അതിന് തക്കവണ്ണം എന്നെ ശുദ്ധീകരിക്കണം കർത്താവേ. Fill me with thy Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണം കർത്താവേ. Give me the fellowship of thy Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എനിക്ക് താ കർത്താവേ. I want the fellowship of the Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വേണം പിതാവേ. If you want that, quietly lift your hands. അത് വേണമെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ കരം ഉയർത്തുക. A fellowship of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. If you have forgiven, നിങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ, and if you have asked God to forgive your enemies, നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ, the power of God, his gentleness, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സൗമ്യത, his gentleness is coming on. His gentleness is ദൈവത്തിന്റെ ആ സൗമ്യത നിങ്ങളുടെ മേൽ കടന്നു വരിക. a gentle touch. ആ സൗമ്യമായ സ്പർശനം. My sheep. എൻ്റെ ആടുകൾ. My sheep. എൻ്റെ ആടുകൾ. Thank you Jesus. Hallelujah. Thank you Jesus. My sheep. My sheep hear my voice. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. Thank you Lord. I died on the cross for them. ഞാൻ ക്രൂശിൽ മരിച്ചത് എൻ്റെ ആടുകൾക്ക് വേണ്ടിയാ. I know they are capable of getting into trouble. അവരെ പ്രതികൂലത്തിൽ അകപ്പെടാൻ അവർക്ക് കഴിയുമെന്ന് എനിക്കറിയാം. I know they are not very smart or clever. അവരെ വലിയ ബുദ്ധിശാലികളോ വലിയ കൗശലക്കാരോ മിടുക്കരോ ഒന്നുമല്ല. But I will take care of them. എന്നാൽ ഞാൻ അവരെ പാലിക്കും. I will protect them. ഞാൻ അവരെ സൂക്ഷിക്കും. It is for them that my blood was shed. അവർക്ക് വേണ്ടിയാണ് എൻ്റെ രക്തം ചൊരിഞ്ഞത്. I am with them. ഞാൻ അവരുടെ കൂടെ ഉണ്ട്. I will never leave them. ഞാൻ അവരെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. And I will not forsake them. ഞാൻ അവരെ ഒരു നാൾ കൈവിടത്തില്ല. I will not forsake them at all. ഞാൻ ഒരിക്കലും അവരെ കൈവിടുകയേ ഇല്ല. They are mine. അവരെന്റേതാണ്. Church, the Lord is telling some of you. സഭയെ ദൈവം നിങ്ങളോട് ഇങ്ങനെ പറയുന്നു.
There is no mistake in your life which can keep me from you. നിന്നെ എന്നിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള അങ്ങനെ എന്നെ അകറ്റാൻ കഴിയുന്ന ഒരു അബദ്ധവും നിനക്കില്ല. ഞാൻ പറയട്ടെ, പറഞ്ഞു, നിന്നെ വെറുക്കുവാൻ തക്കവണ്ണം നിന്റെ ഉള്ളിൽ ഒരു തെറ്റുമില്ല. നീ എത്ര വൃത്തികേട് കാണിച്ചാലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് മാറ്റമില്ല. I have loved you with an eternal love. സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. That is grace. അതാണ് കൃപ. I cannot change my love for you. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ കുറയ്ക്കാൻ പറ്റത്തില്ല. As a father loves the children, I love you. പിതാവ് മക്കളെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം. Don't worry about your failures. നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ ഗണ്യമാക്കണ്ട. Give it to me. അതിനെ എൻ്റെ സന്നിധിയിൽ കൊണ്ടുവാ. And I will make sure that you don't do that sin anymore. ഇനിയും നിങ്ങൾ ആ പാപം ആവർത്തിക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പാക്കാം. I will make you to walk through that Psalms 23 through paths of righteousness for my name's sake. ആമേൻ. എൻ്റെ നാമനിമിത്തം ഞാൻ നിങ്ങളെ നീതിപാതകളിൽ നടത്താം. It is my responsibility, my desire to take you through paths of righteousness. നീതിപാതകളിൽ നിങ്ങളെ കൊണ്ടുപോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ജോലിയാണ്, ഞാൻ അത് ചെയ്യാം. It is mine. അതെന്റെ ഉത്തരവാദിത്തമാണ്. And you are mine. നിങ്ങൾ എന്റേതാണ്. Take that assurance in the name of Jesus. യേശുവിൻ നാമത്തിൽ ഈ ഉറപ്പ് നിങ്ങൾ സ്വീകരിക്കുക. Oh, take it in Jesus' name. യേശുവിൻ നാമത്തിൽ പ്രാപിക്കുക. Take the assurance. ഈ ഉറപ്പ് പ്രാപിക്കുക. Those of you who are parents, മാതാപിതാക്കളായിരിക്കും, are you not able to forgive your children 1,000,000 times even if they make the same mistake? കുഞ്ഞുങ്ങൾ ഒരുപാട് തവണ തെറ്റ് ആവർത്തിച്ചാലും അവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കത്തില്ലേ? God is a greater father than you. അതിനേക്കാൾ ക്ഷമിക്കുന്ന പിതാവാണ് നമ്മുടെ ദൈവം. Yes, God will do certain things to make sure that we are set right. നമ്മൾ ശരിയായ പാതകളിലാണെന്ന് ഉറപ്പുവരുത്താൻ ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. He is going to bring some disciplines on some members in this church shortly. ഈ സഭയിലെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില അച്ചടക്ക നടപടികൾ കർത്താവ് പെട്ടെന്ന് ചെയ്യും. But bear it in a good way. എന്നാൽ നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കണം. It is because he loves you. നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. Yes, it's because he loves you. ഒത്തിരി ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. Oh, yes, whatever you go through, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം the എന്തായാലും Lord needs to discipline some of you. നിങ്ങൾ ചിലരെ അച്ചടക്കം ദൈവത്തിന് He's പഠിപ്പിക്കേണ്ടതുണ്ട്. going to cut away some freedom which some of you have. നിങ്ങൾ ചിലർക്കുള്ള സ്വാതന്ത്ര്യം ദൈവം ചുരുക്കും. But it is for an eternal good. അത് നിത്യമായ നന്മയ്ക്കായിട്ടാണ്. Even then, keep loving him. അപ്പോൾ അവനെ മനഃപൂർവ്വം സ്നേഹിക്കാം. So that at a later stage, അത് മുഖാന്തരം പിന്നത്തേതിൽ you will shine നിങ്ങൾ തിളങ്ങും. for Jesus യേശുവിന് വേണ്ടി തിളങ്ങും. in an amazing way. വളരെ ശ്രേഷ്ഠമായി തിളങ്ങും. Come on, forgive and be set apart. ഓ ഹല്ലേലൂയ. എല്ലാവരോടും ക്ഷമിച്ച് നമ്മൾ തന്നെ കർത്താവിന് വേണ്ടി വേർതിരിക്കാം. Hallelujah. സ്തോത്രം. Have you forgiven, church? നിങ്ങൾ ക്ഷമിച്ചോ സഭയെ? Anybody in the among you, somebody who are not the pastors, I want you to lift your voice and pray right now. ആമേൻ. പാസ്റ്റർമാരല്ലാതെ ആരെങ്കിലും ഒരാള് നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഇപ്പോൾ ദയവായി പ്രാർത്ഥിക്കണം. Thank God for the word. വചനത്തിനായിട്ട് നന്ദി Rather, പറഞ്ഞു. thank God for the ministry of healing. സൗഖ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് And thank the Lord. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് Somebody, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ, even children, if the Lord leads you, pray. നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. Thank you, blessed Lord. Hallelujah. അവിടുന്ന് ഞങ്ങളോട് കൂടി ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് വേണ്ടിലൂടെ കർത്താവെ ഹൃദ്യമായി ഞങ്ങളെങ്ങനെ ക്ഷമിക്കണമെന്ന് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവകൃപയെ ഓർത്ത് സ്തുതിക്കുന്ന അവിടുത്തെ ക്യാരക്ടർ, അവിടുത്തെ ദിവ്യ സ്വഭാവം ഞങ്ങൾ വളരുമാറാകട്ടെ. ഞങ്ങൾ മനഃപൂർവ്വമായി മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, ഞങ്ങളോട് പിതാവ് ക്ഷമിച്ചതുപോലെ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾ വളരുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഉപദ്രവിച്ചവരുണ്ട്, നിന്ദിച്ചവരുണ്ട്, പീഡിപ്പിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറവുകളൊന്നും ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് ഞങ്ങളും ക്ഷമിക്കുന്നു പിതാ. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ അവരോടും ക്ഷമിക്കുകയാണ്. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം തരാമെന്ന് വചനമാകിയ സ്തോത്രം. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പണിയുന്ന ദൈവമാണ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഞങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവേ സ്തോത്രം, അവരെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളോട് ഉപദ്രവിച്ചവരെ, നിന്ദിച്ചവരെ തള്ളിക്കളയാത്ത ദൈവമാകിയാൽ അവരെ നിന്റെ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തുന്നതിനാൽ, കൂട്ടി വരുത്തുന്നതിനായി സ്തോത്രം. അപ്പാ ഹല്ലേലൂയ. ചോദിച്ചാലും പരമായ കൃപകളാൽ ഞങ്ങളെ നിറച്ചല്ലോ. ഇനി ഞങ്ങൾക്ക് കർത്താവ് തന്ന ദൂതനായി സ്തോത്രം, തന്ന വെളിപ്പാടുകൾക്കായി സ്തോത്രം, നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം.
നിന്റെ ഇനത്തെ കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് ഹീൽ ചെയ്തവരായി മടക്കി അയക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മയുമായി പിന്നെ അപേക്ഷിക്കുന്നുണ്ടായി കേൾക്കണം. Amen. Hallelujah. May the grace of our Lord Jesus Christ, the love of the Father, and the fellowship and the lordship of the Holy Spirit be with us now and forevermore. And the people say,